ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കേരം നിറം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോലും പെറ്റ തള്ള സഹിക്കില്ല. കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ്, കരളാണ്, കാട്ടുപൂവി. അമ്മച്ചി കൊള്ളാമല്ലോ വയസ്സ് കാലത്ത്. എന്റെ മുടിപ്പര അമ്മജി ഇതെന്തൊരു ജമ്മം. അല്ല, അഭിപ്രായ പ്രകാരം നേരത്തെ പറഞ്ഞ പോലെ മേക്കപ്പ് ചെയ്ത് വൃത്തിയാക്കുന്ന കുറെ പയ്യന്മാര് ഇറങ്ങിയിട്ടുണ്ട്. അവളെ വിട്ടുവന്ന എന്റെ കുണ്ടി അവളുടെ മോന്തക്കിട്ട് വരക്കും. കറുത്ത കുട്ടികൾ മേഡത്തിന്റെ മുന്നിൽ കല അഭ്യസിക്കാൻ വന്നാൽ അവർക്ക് പരിശീലനം കൊടുക്കില്ല. പരിശീലനം കൊടുക്കും. മോളെ മത്സരത്തിന് പോകണ്ടെന്ന് പറഞ്ഞാൽ അഹങ്കാരം തീർന്നു. അവരുടെ മുഖത്തുള്ള സൗന്ദര്യം എന്ന് പറയുന്നത് മേക്കപ്പ് ഇടുമ്പോൾ വരുന്നതിനെ അല്ല സൗന്ദര്യം എന്ന് പറയുന്നത്. പിന്നെ അല്ലാതെ എങ്ങനെയാ? പറിച്ചെടുക്കും ഞാൻ നിന്റെ പിഴച്ച നാക്ക്. വരട്ട മുതുക്കി. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവും. വായില് പല്ലിട്ടായിരുന്നെങ്കിൽ അടിച്ച് ഞാൻ പല്ല് ബാഗാച്ചിട്ടുണ്ടാക്കിയേ. ഓൾഡ് ബാഗോ പിക്കിൾസ്. നാട്യശാസ്ത്രത്തിൽ എവിടെയാണ് ഈ സൗന്ദര്യത്തെ പറ്റി ഇങ്ങനെ നിർത്തി? അതെനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞു. അല്ലെങ്കിലും ഈ കറുത്ത ആൾക്കാർ ഇങ്ങനെ ഒരു ശരിണ്ടാവും, അവർക്കൊരു പ്രത്യേക പവറായിരിക്കും. അപ്പൊ ആ കുട്ടി കളിക്കുമ്പോ ഞാൻ പറയാറുണ്ട്, സൗന്ദര്യ മത്സരത്തിന് അല്ല സൗന്ദര്യത്തിന്റെ മോളെ ഒരു കോളമാണ്, അതിനകത്ത് ഇന്ന ആളെ മേക്കപ്പിന് വിളിച്ചോ. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? അല്ല, സാധാരണക്കാരെ വിളിക്കുമ്പോ ഇത്തിരി സൗന്ദര്യമുള്ള ഒരു കുട്ടിയാണ് കളിക്കണമെങ്കിൽ അതിന്റെ രീതിയിൽ മേക്കപ്പ് ചെയ്യുന്നവരും ഉണ്ട്. എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. കലാകാരന്മാർക്ക് ഞാൻ ചോദിക്കട്ടെ, കലാകാരന്മാർക്ക് ഒന്നും സംസാരിക്കാൻ പാടില്ല എന്ന് വല്ല നിയമമാണ്? ഇവനുണ്ടല്ലോ എനിക്ക് അതെ, പട്ടിയുടെ വാലിലും ഭരതനാട്യപ്പോ അറിയോ? നേരോ അവര് നടത്തിക്കോട്ടെ, പക്ഷെ ഏത് വലിയവനും വീഴുന്ന വേറൊരു കണ്ടോണ്ട് തനിക്കറിയോ? യമകണ്ട. അവിടെ ഒരു കുന്തം കുത്തി വീഴും.